നമസ്കാരം. യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ജയിലിലാണ്. നാളെ അറിയാം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്ന കാര്യം. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ ജയിലിലായത്. കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും രാഹുലിനെ മറന്നു കഴിഞ്ഞു. രാഹുൽ ജയിലിലാവുന്ന സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് റിനി ആൻ ജോർജ് എന്നു പേരുള്ള ഒരു നടിയാണ്. ആ നടി പേര് പറയാതെ കൃത്യമായ ആരോപണങ്ങൾ ഒന്നും ഉന്നയിക്കാതെ രാഹുലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പ്രസ്താവന ഒരു ചാനൽ അഭിമുഖത്തിൽ കൊടുത്തെടുത്ത് തുടങ്ങി വന്നതാണ് ഈ വിവാദം. അതിനു മുൻപ് തന്നെ രാഹുലിനെതിരെ ചില ഓൺലൈൻ ചാനലുകൾ അതിശക്തമായ വാർത്തകൾ കൊടുത്തു തുടങ്ങിയിരുന്നു. റിനിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് ചാനലുകളും പത്രങ്ങളും രാഹുലിനെതിരെ വാർത്ത കൊടുക്കുന്നു. പീഡിപ്പിച്ചവരെ തേടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ രാഹുൽ 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയാവുന്നു. അതിൽ 2-ൽ ജാമ്യം കിട്ടുന്നു. മൂന്നാമത്തെ കേസിൽ രാഹുൽ അറസ്റ്റിലാവുന്നു. ഇതിനിടയിൽ വിചിത്രമായൊരു സംഭവം ഉണ്ടാവുന്നു. പത്തനംതിട്ടയിലെ CPI വനിതാ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയോട് റിപ്പോർട്ടർ ചാനലുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. ഒടുവിൽ ശ്രീനാദേവി കോൺഗ്രസ് പാർട്ടിയുടെ അംഗമാകുന്നു. ഇക്കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇടത് കോട്ടയിൽ ജയിച്ച് കയറുന്നു. രാഹുലിനെതിരെ കേസെടുത്തപ്പോൾ, രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, രാഹുലിനെ ജയിലിൽ അടച്ചപ്പോഴൊക്കെ തൻ്റെ പോരാട്ടം വിജയിച്ചതിൽ അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം ഈ വിഷയത്തിൽ പേരില്ലാതെ സൂചന നൽകിയ റിനി ആൻ ജോർജ് ചാനലുകൾക്ക് മുമ്പിൽ രംഗത്ത് വരുന്നു, സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നു. ഇതിനിടയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മറുനാടനും മറ്റൊരു ഓൺലൈൻ ചാനലിനും അഭിമുഖം കൊടുക്കുന്നു. ഈ അഭിമുഖത്തിൽ റിനി ആൻ ജോർജിൻ്റെ പേര് പറയാതെ വളരെ വ്യക്തമായി റിനിയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അർദ്ധരാത്രിയിൽ ടെലിഗ്രാം ചാറ്റ് റൂമിലേക്ക് ക്ഷണിച്ചതും വീഡിയോ കോൾ ചെയ്തതും ആരെ എന്ന ചോദ്യം ഉന്നയിക്കുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നത്. മറുനാടൻ അഭിമുഖത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ ആ ഭാഗം ഇങ്ങനെയായിരുന്നു. ഈ വിഷയത്തിൽ ഒരു മുന്നണി പോരാളിയായിട്ട് വന്ന ഒരാളുണ്ട്. ഞാൻ അവരുടെ പേരോ ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഒരു യൂട്യൂബ് ചാനലിലാണെന്ന് തോന്നുന്നു കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ആ ലേഡി പറയുന്നൊരു വാചകം, പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി. 24 മണിക്കൂറിനകം തന്നെ എനിക്ക് മനസ്സിലായി. തുടർന്ന് ഇങ്ങോട്ട് വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും രീതിയിൽ കുറ്റപ്പെടുത്തുകയും തുടർന്ന് അത് അക്ഷമമായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിനുശേഷം ഏതൊരു വിഷയം വന്നാലും ഈ വിഷയത്തിൽ എപ്പോൾ വന്നാലും ഒരു വക്താവ് എന്നുള്ള നിലയിൽ മറുപടി പറയുന്നു. സഹോദരിമാരെ സംരക്ഷിക്കുക എന്ന സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നതായിട്ട് പറയുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരാൾ രാത്രി ഏതാണ്ട് 12:30 മണി സമയത്ത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ? പകരം ഒരു ദിവസം രാത്രി 12:30 മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക? അയാളോട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. ടെലഗ്രാം എന്ന ആപ്ലിക്കേഷനിലെ സീക്രട്ട് ഒരിക്കലും അല്ല. ഈ പറയുന്ന 3 പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 പേരെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ നിയമത്തിന് മുന്നിലുള്ള കാര്യങ്ങളാണ്. അത് നിയമം ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്ത് നിയമപരമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് കണ്ടിട്ടില്ല. ഇത് മറ്റൊരാളുടെ കാര്യമാണ്. ഇതിന്റെ മുന്നണി പോരാളിയായിട്ട് അവതരിക്കുന്ന ഒരാൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യമില്ല, താല്പര്യപ്പെടുന്നില്ല. ഞാൻ പേര് പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ രാത്രി 12:30 മണിക്ക് എന്തിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിനൊക്കെ എത്രയോ ശേഷം വീഡിയോ കോൾ ചെയ്യുകയും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. എന്താണ് ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റിലേക്ക് ഒരു ഇൻവിറ്റേഷൻ റിപ്പീറ്റഡ്ലി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയുന്നതും സംഭവിച്ചതും രണ്ടും രണ്ടാണെങ്കിൽ, വാക്കും പ്രവൃത്തിയും 2 ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അജണ്ടകളുണ്ട് എന്നുള്ള സംശയത്തിന് നമുക്ക് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. തൊട്ടു പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത് റിനി ആൻ ജോർജിനെ കുറിച്ചാണ് എന്ന തരത്തിൽ രാഹുൽ ആർമി സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിക്കുന്നു. വാസ്തവത്തിൽ ചോദ്യം ചോദിച്ച എനിക്ക് ശ്രീനാദേവി പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് ഒരു ധാരണയും ഉണ്ടാവാതെ പോയതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിച്ചില്ല. ശ്രീന സൂചിപ്പിച്ച പല സംഭവങ്ങളും എൻ്റെ ശ്രദ്ധയിൽ പെട്ടതുമായിരുന്നില്ല. എന്തായാലും ആ വിവാദം കത്തിപ്പടർന്നു. രാഹുൽ ജയിലിലാണെങ്കിലും രാഹുലിന് വേണ്ടി നിലപാടെടുത്ത് സോഷ്യൽ മീഡിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന രാഹുൽ ആർമിക്കാർ വലിയ തോതിൽ ചർച്ചയാക്കുന്നു. ചാനലുകളും പത്രങ്ങളുമൊക്കെ പിന്മാറിയെങ്കിലും രാഹുൽ ആർമി പിന്മാറാത്തതുകൊണ്ട് അത് ഈ ദിവസങ്ങളിൽ കത്തിപ്പടർന്നു പോരുന്നു. തൊട്ടു പിന്നാലെ റിനി ആൻ ജോർജ് ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയാണ്. ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും
മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. ഏത് കേസിലാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകിയിരിക്കുന്ന പരാതിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ സ്ത്രീക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എന്നത്തെയും എൻ്റെ നിലപാട്. റിനി ആൻഡ് ജോർജ് ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കാരണം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അഭിപ്രായം റിനിക്കെതിരെ തിരിഞ്ഞപ്പോൾ തടി തപ്പാനാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം റിനി പ്രത്യക്ഷപ്പെടുന്നതും ബൈറ്റ് കൊടുക്കുന്നതും ആഹ്ലാദ പ്രകടനം നടത്തുന്നതും കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ റിനി ഒരു വിധത്തിൽ തടി തപ്പാൻ ശ്രമിക്കുന്നു. ഇതോടുകൂടി ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതുപോലെ റിനി അർദ്ധരാത്രിയിൽ ടെലിഗ്രാം ചാറ്റ് നടത്തിയോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്ന് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ആർമി ബഹളം വയ്ക്കുകയാണ്. റിനി അതേക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല. റിനി അതേക്കുറിച്ചൊന്നും പറയാതെ കൃത്യമായി സ്കിപ്പ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉറ്റ ചങ്ങാതി ഫെന്നി നൈനാൻ രംഗത്ത് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിലെ സഹപ്രതി എന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഫെന്നി നൈനാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പാതി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരികയും പലപ്പോഴും രാഹുലിനെ കൊല്ലാൻ ഇറങ്ങിയവർ പിന്മാറുകയും ചെയ്യുന്ന കാഴ്ച പതിവാണ്. ഫെനി ഇങ്ങനെ എഴുതി. റിനി ആൻഡ് ജോർജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞ ഒരു പോസ്റ്റ്. അതിൽ വന്ന ഒരു കമൻറ്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഞാനൊരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ MLA-ക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിന് തെളിവുകളാണ് ഇതെല്ലാം. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനി കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണത്. വാസ്തവത്തിൽ ഫെനി നൈനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചങ്കുബ്രോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സുഹൃത്ത് അതിനിർണായകമായ ഇടപെടലാണ് മിക്കപ്പോഴും നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കാൻ ഗൂഢാലോചന നടന്നെന്നും അതിൽ റിനിക്ക് പങ്കുണ്ടെന്നും പച്ചയ്ക്ക് തുറന്നു പറയുന്നു. റിനി നിഷേധിച്ചാൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടാം എന്നും ഫെനി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിലാക്കി ആശ്വാസം തേടുന്നവർ ആശങ്കയിലാണ്. ഇനിയും ഇത്തരം വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്ന ഗൂഢാലോചനയുടെ പൊരുളുകൾ അഴിയുന്ന കാഴ്ചകൾ കാണേണ്ടി വരും എന്ന ആശങ്കയിൽ.